ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ വയ്യ കേട്ടോ, കുട്ടികളൊക്കെ മാറിയപ്പോൾ നമുക്ക് പനിയൊന്നുമില്ല, പനിയും ചുമ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല, മേലും കൈയൊക്കെ ഭയങ്കര വേദന, കാലിൻ്റെ മസിലൊക്കെ കടയുക, തണ്ടൽ കടയുക, ആകെ കൂടിയിട്ടൊരു വെല്ലായ്മ. അത് ഇനി പനിക്കുണ്ടോ ചോദിച്ചാൽ പനിക്കണമൊന്നുമില്ല, എന്നാൽ തീരെ വയ്യ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുട്ടികളെ കാച്ചൂട്ടനെയും കുഞ്ഞൂനെയും പറഞ്ഞയച്ചിട്ട് കുറേ നേരം അങ്ങനെ അവിടെ കിടന്നു കേട്ടോ. ഒന്ന് കുറവാവട്ടെ വെച്ചിട്ട്. അപ്പോൾ റേഷിക്കാക്കും നല്ല ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ജലദോഷമൊന്നും വന്നിട്ടില്ല, ഇനിയിപ്പോൾ വൈകാതെ വരുമായിരിക്കും. ഓരോരുത്തർക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇഷമോൾക്ക് മരുന്നിൻ്റെ ഒരു ഇതുകൊണ്ട് ഇഷമോൾ എണിച്ച് നടക്കണമൊന്നുമില്ല, കിടക്കുക തന്നെ കേട്ടോ. മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് കിടക്കണം. ഒന്നും സ്കൂളിലേക്കൊന്നും പോയിട്ടില്ലെന്ന് പനിക്കണമൊന്നുമില്ല കേട്ടോ, മരുന്നിൻ്റെ ഒരു എഫക്റ്റാണ് തോന്നുന്നു. എപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൊള്ളി കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. കൊള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളി നമ്മൾ പാൽക്കപ്പ റേഷിക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ മുന്നേ ഇടുമ്പോൾ ആൾ ഗൾഫിൽ നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോഴാണ് ഓരോന്ന് പറയണത്. അപ്പോൾ പിന്നെ കൊള്ളി നമ്മൾ തൊട്ടടുത്ത കടയിൽ തന്നെ കൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വാപ്പയും മക്കളൊക്കെ കൂടി പോയിട്ട് കൊള്ളിയൊക്കെ പോയി മേടിച്ചിട്ട് വന്നു. എന്നിട്ട് കൊള്ളി ഇരുന്നിട്ട് നമ്മൾ നന്നാക്കുക കേട്ടോ. അപ്പോൾ തോലൊക്കെ കളഞ്ഞു, കൊള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞു. അപ്പോൾ ഞാനത് ഇരുന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിയാണ്. പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ പാൽക്കപ്പ എന്ന് പറഞ്ഞ സംഭവം ഞാനും ആദ്യമായിട്ട് തന്നെയാണ്, അന്ന് നമ്മൾ ആദ്യം ഒരു മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ആദ്യമായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്നും കൊള്ളി ഇതുവരെ വേവിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ചൊഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് തേങ്ങ പാലൊഴിച്ചിട്ട് ഒരു പാൽക്കപ്പ എന്ന് പറഞ്ഞ സംഭവമൊന്നും ഞാനും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റേഷിക്കിൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യം കൊള്ളിയും ബോട്ടിയും കഴിക്കാൻ തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊള്ളിയും ബോട്ടിയൊന്നും കഴിക്കണ്ട, ഇനിയിപ്പോൾ ബോട്ടിയൊക്കെ മേടിച്ചോണ്ട് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ അത് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും വയ്യ. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വയറിളക്കം കൂടി വന്ന് പിന്നെ പറയാനില്ല, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനമില്ല. അപ്പോൾ പിന്നെ അതൊന്നും വേണ്ട, ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ വിശ്വസിച്ച് നല്ല രീതിയിൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കട്ടെ. അപ്പോൾ അതാ രണ്ടാം പാലൊക്കെ ഒഴിച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റത്തെ പാല് ക്യാമറ ഞാൻ പിടിക്കണ കാരണം സ്റ്റാൻഡിൽ വെച്ചിട്ടില്ല. അവിടെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ അടുക്കളയിൽ. അത് കാരണം വീഡിയോ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. കുക്ക് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ കുമ്പളങ്ങാട് അവിടുത്തെ വീട്ടിലാകുമ്പോൾ വീഡിയോ എടുക്കാൻ അടിപൊളിയായിരുന്നു. ഇവിടെ ഇങ്ങനെ നിഴലും വരലും പിന്നെ ലൈറ്റ് ബാക്കിലാണ്. അത് കാരണം എന്തോ ഒരു സുഖമില്ല ഇവിടെ വീഡിയോ എടുക്കാൻ. അത് കാരണം കുക്ക് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാ കൊള്ളിയൊക്കെ ആയിട്ടുണ്ട്, നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകൂട്ടെ ഇരുന്നിട്ട്. പിന്നെ നമ്മൾ തൂമിച്ചു, എന്താ പറയുക, ഉള്ളിയും ഒക്കെ ഇട്ട്, ഉള്ളി വേപ്പിൻ്റെ ഇല വറ്റൽമുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് ഇതാ കുറച്ച് മുളക് പൊടി ഞാൻ അതിൻ്റെ മേലെ ഇട്ടുള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, എന്നാലും ഞാനത് ലേശം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് തൂവി കൊടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഭംഗിക്ക് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ പാൽക്കപ്പ എന്ന് പറഞ്ഞ സംഭവം വെളുത്ത കളറിലാണ് ഇരിക്കേണ്ടത്. ഞാനതൊരു പിന്നീട് അത് ചെയ്യേണ്ടിയിരുന്നില്ല തോന്നി കേട്ടോ, അത് വേണ്ടിയിരുന്നില്ല തോന്നി. ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തതാണ്. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുള്ളൂ. അപ്പോൾ ഇതാ എന്തായാലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി കഴിച്ചു, കുട്ടികളൊക്കെ നന്നായി കഴിച്ചു. ഈ ചോറും ഈ കഞ്ഞി തന്നെ കുടിച്ചിട്ട് ഇവർക്കൊക്കെ പനിയല്ലേ, അവർക്കൊന്നും വായിക്കൊന്നും ഒരു രുചിയില്ല. അപ്പോൾ ഇതൊരു എന്തെങ്കിലും നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കുകയും ചെയ്യും. അപ്പം നമ്മളത് വൈകുന്നേരത്തെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരത്ത് കൊള്ളി കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഗ്യാസ് കയറും. എനിക്ക് ഉണ്ടായി കേട്ടോ, ഗ്യാസൊക്കെ കയറി നീറിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗുളികയൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ഇതാ മീൻ കറി ഉണ്ടായിരുന്നു, ചൂടപ്പൊടി ആയിരുന്നു കേട്ടോ കറി. ചൂടപ്പൊടി കറി വെച്ചത് കൊള്ളിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാവരും കഴിച്ചു. പിന്നെ കുറച്ച് ഉമ്മാക്കും കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. വൈകുന്നേരത്ത് തന്നെ പിള്ളേരേനൊക്കെ കൂടി ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും വേഗം സ്കൂട്ടിയിൽ പോയിട്ട് കുറച്ച് ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമായി. കൊള്ളിയോണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല, കൊടുത്തില്ലേലോ എന്നങ്ങനെ ഒരു മനസ്സിലിങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് വൈകുന്നേരം ആയാലും വേണ്ടില്ല വെച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ചെല്ലുമ്പോൾ ഉമ്മ ചോറ് തന്നെയായിരുന്നു, എന്നാലും വേണ്ടില്ല, കുറച്ചൊക്കെ കഴിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് ഇനി പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. പിറ്റേ ദിവസം നമുക്ക് ചേമ്പിൻ്റെ പട്ടയായിരുന്നു കൂട്ടാനുണ്ടായിരുന്നത്. അപ്പോൾ ചേമ്പിൻ്റെ പട്ട ഞാൻ മുറിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ റേഷിക്ക് എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ട കേട്ടോ ഈ സാധനം എന്ന് പറഞ്ഞു. കുഞ്ഞും പറഞ്ഞു എനിക്കും വേണ്ട, എനിക്ക് വല്ല റേഷിക്ക് പറഞ്ഞു എനിക്ക് ചമ്മന്തി അരച്ചെന്നാൽ മതി, എനിക്ക് ഈ സാധനം വേണ്ട, ഞാൻ അത് തിന്നില്ല, ഇതുവരെ ഞാൻ തിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം തിന്ന് നോക്ക്, തിന്നാലല്ലേ ടേസ്റ്റ് അറിയുള്ളൂ, തിന്നാണ്ടിക്ക് വേണ്ടാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും, അതൊരു വട്ടം കഴിച്ചു നോക്ക്, ഇതൊക്കെ മനുഷ്യന്മാർ കഴിക്കേണ്ടതല്ലേ. ചേമ്പിൻ്റെ പട്ടയും കൊള്ളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളി മുളകൊക്കെ തൂമിച്ചിട്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടാവും. ഒരു ഉണക്കമീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ
അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഋഷിക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊന്നൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ഇതൊക്കെ വെക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടാട്ടോ ഇരുന്നിരുന്നത്. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ തിന്നുന്നില്ല എന്നുള്ളൊരു ലെവലിലാണ് എല്ലാവരും ഇരുന്നിരുന്നത്. പക്ഷേ ഞാൻ പരിപ്പിൽ ഇത്തിരി പരിപ്പ് ഇത്തിരി അധികം ഇട്ടിട്ട് നമ്മൾ സാധാരണ പരിപ്പിടുന്നേക്കാളും 2 മണി കൂടുതലിട്ടിട്ട് ഈ ഒരു സംഭവം പരിപ്പിലിട്ടിട്ട് കുത്തി കാച്ചി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. ഇതൊക്കെ ഉടഞ്ഞു പോവും. നമുക്ക് ഇത് അതിലുണ്ടെന്നൊന്നും അറിയില്ല. അതൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും അങ്ങോട്ട് അലിഞ്ഞു പോണ സംഭവമാണ്. അപ്പം ഇത് വയറ്റിലെത്തി കിട്ടിയാലും നല്ലതാണ്. ഒരു വിഷമോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇതൊക്കെ കഴിച്ചതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർക്കൊന്നും വലിയ അസുഖമില്ലാണ്ട് ജീവിച്ചു പോയിരുന്നത്. ഇന്ന് കണ്ടില്ലേ, ഇന്ന് ആർഭാടം കൂടിയപ്പോൾ ഹോസ്പിറ്റലുകളിലൊന്നും സ്ഥലമില്ലാണ്ടായി. എന്താ ഓരോരുത്തരുടെ അവസ്ഥ. എന്തിനാ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൗഫലിൻ്റെ ഉപ്പാടൊക്കെ വീഡിയോ കണ്ടിട്ട് നൗഫലിൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തൊരു സങ്കടമാണെന്നറിയാം. അവൻ്റെ ഉപ്പാടെയും അവരുടെയൊക്കെ അവസ്ഥകൾ കണ്ടില്ലേ. എല്ലാവർക്കും അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ അവിടെയൊക്കെ കിടക്കണത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചാലാണ് കുട്ടികൾക്കൊക്കെ ശരിക്കും ഇത് പറഞ്ഞ് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാനത് എന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എനിക്ക് അറിയായിരുന്നു ഇവരൊക്കെ കഴിക്കും എന്നുള്ളത്. ഞാനത് കാരണം ആർക്ക് വേണ്ടാന്ന് പറഞ്ഞാലും വേണ്ടില്ല വെച്ചിട്ട് ഞാനതെല്ലാം ഇരുന്നിട്ട് പണ്ട് ഞാനും കഴിച്ചിരുന്നു ചേട്ടാ. ഞാനും കുട്ടിയായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ അതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ടത് എന്നൊക്കെ ഞങ്ങളും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ദാ പരിപ്പൊക്കെ വേവിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മളിതങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ പട്ട ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ തൂമിക്കണ ഭാഗം എങ്ങനെയോ അങ്ങോട്ട് മിസ്സായി പോയി, വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതെന്താ ഉണ്ടായിന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പിലിട്ടിട്ട് ഇനി ഒന്നുമില്ല, ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് കുത്തി തൂമിച്ചിട്ടുണ്ടാവില്ല, ചെറിയ ഉള്ളി ചതച്ചെടുക്കുക. അതിൽ കൂടെ വറ്റൽമുളക് പൊടിച്ചതും കൂടി ഇട്ടിട്ട് നമ്മൾ തൂമിച്ചെടുക്കുക വേണ്ട കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല ഇതിൽ. ഇഷ്ടമുള്ളവർക്ക് ഒരു തരി പുളി വേണമെങ്കിൽ ഒഴിക്കാം, അല്ലാത്തവർക്ക് പുളി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിസിലടിക്കുമ്പോഴേക്കും സംഭവം മൊത്തം അതിൽ അലിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനൊരു സംഭവമാണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ചേമ്പിൻ്റെ പട്ടയും പരിപ്പ് കറിയും ഉണക്കമീൻ വറുത്തതായിരുന്നു നമുക്ക് ചോറിന് കൂട്ടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് 2-3-4 പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ പഴംപൊരിയൊക്കെ നല്ല വീർത്ത് ഗുണ്ടുമണി പോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പഴംപൊരിയുടെ ചില സമയത്ത് ഞാൻ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വീർക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വരും, എന്തെങ്ങനെയാണാവോ വിചാരിച്ചിട്ട്. ചില സമയത്ത് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും നന്നായിട്ട് അങ്ങോട്ട് വീർത്ത് പപ്പടം പൊളയ്ക്കണ പോലെ പൊളച്ചിട്ട് വരും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ചിലത് ഒന്നും ശരിയാവില്ല. അങ്ങനെ പഴംപൊരിയും കട്ടൻ ചായയും. ഇവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ കാണണം, എന്നാലാണ് സന്തോഷമുള്ളത്. നേരെ അടുക്കളയിലേക്ക് വരിക. കുഞ്ഞൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് വരിക, ഇന്ന് എന്താ ചോദിച്ചിട്ട്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മാറി എന്തോ ഒരു ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയൊക്കെ ആവും. അപ്പോൾ നമ്മളങ്ങനെ ഇതാ പഴംപൊരിയും കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടി ഇഷമോൾക്ക് ഇപ്പോൾ ഇഷമോളൊന്നും ചായ കുടിക്കണില്ല കേട്ടോ, കട്ടൻ ചായ ഒന്നും കുടിക്കണില്ല. അപ്പോൾ കുറച്ച് പാൽപ്പൊടി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കട്ടൻ ചായയിൽ ഇത് പനി ആയതിന് ശേഷം കേട്ടോ, അതിന് മുന്നേ ഒക്കെ കുടിച്ചിരുന്നു. അപ്പോൾ ഇതാ കട്ടൻ ചായ നമ്മൾ ഇത്തിരി പാൽപ്പൊടിയിലേക്ക് ഒഴിച്ചപ്പോൾ അത് പാൽച്ചായ ആയില്ലേ. അപ്പോൾ അതും കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെയാണ്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.